കട്ടപ്പന നഗരസഭാ വക കെട്ടിടങ്ങൾക്ക് വാടക വർദ്ധിപ്പിച്ച നഗരസഭാ ഭരണസമിതിയുടെ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധ്യക്ഷന് നിവേദനം നൽകി. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് സമിതി നേതാക്കൾ പറഞ്ഞു. നഗരസഭാ വക കെട്ടിടങ്ങളുടെ വാടക ഇനത്തിൽ 5% വാടക കൂട്ടുന്നതിന് കഴിഞ്ഞ ദിവസത്തെ നഗരസഭാ കൌൺസിൽ തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ അധ്യക്ഷന് നിവേദനം നൽകിയത്. പ്രളയത്തിനും കോവിഡിനും ശേഷം വ്യാപാര മേഖല പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ നിന്ന് വ്യാപാര മേഖല കരകയറി വരുന്ന സാഹചര്യത്തിൽ ചെറുകിട വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം നടപടികൾ വ്യാപാര മേഖലയെ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ പറയുന്നു. വർഷം 5% വെച്ച് വാടക കൂട്ടുന്ന ഒരു സ്ഥിതി കട്ടപ്പനയിലുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഈ കോവിഡിനും പ്രളയത്തിനും ഒക്കെ ശേഷം വ്യാപാര മേഖല നേരിടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന ചെറുകിട വ്യാപാര മേഖല അതിന് കൂടുതൽ പ്രകരമാകുന്ന രീതിയിൽ ഇതുപോലുള്ള വർഷാവർഷം ഉള്ള വാടക വർധനവ് അത് ചെറുകിട വ്യാപാരികൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ചെലവുകൾ വഹിച്ചു പോകുന്ന ചെറുകിട വ്യാപാരികളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ, വർഷാവർഷം വാടക വർധന ഉണ്ടാകുമ്പോൾ പോലും അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധിയായിട്ടുള്ള നിവേദനങ്ങൾ കട്ടപ്പന നഗരസഭയിൽ കൊടുക്കുകയുണ്ടായി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളത്. ഇവിടെയെല്ലാം വ്യാപാരം നടത്തിവരുന്ന വ്യാപാരികൾക്ക് വാടക ഇനത്തിൽ വർഷാവർഷം നഗരസഭ വർധനവ് വരുത്തുന്നത് വ്യാപാരികളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടും. ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ ഇപ്പോഴത്തെ നടപടി പുനഃപരിശോധിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നത്. വാടക ഇനത്തിൽ വർധനവ് വരുത്തുമ്പോഴും ഈ കെട്ടിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിച്ചു നൽകുന്നതിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് അലംഭാവം തുടരുകയാണ്. ഈ വിഷയത്തിൽ നിരവധി തവണ നിവേദനം നൽകിയെങ്കിലും ഉടൻ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ലെന്നും സമിതി നേതാക്കൾ പറയുന്നു. വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.